ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുർത്ത മെറ്റീരിയൽ ചെയ്തിരിക്കുന്ന വർക്ക് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് നമ്മൾ ഒരു ഓർഗൻസ ഫാബ്രിക്കിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു ഓണിയൻ ഷെയ്ഡിലുള്ള ഒരു ഓർഗൻസ ഫാബ്രിക്കാണ് നമ്മളിതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. നമുക്ക് ഓൾറെഡി ഒരു പാറ്റേൺ അനുസരിച്ച് അതിനനുസരിച്ചുള്ള വർക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു വി നെക്ക് ഉള്ളൊരു കുർത്ത, അതിൻ്റെ ഒരു ചെസ്റ്റ് പോർഷനിലൊരു ഫ്ലീറ്റ്സ് ഒക്കെ വരുന്ന പോലെ ചെയ്യുന്നൊരു പാറ്റേണിലുള്ളൊരു കുർത്തയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പാറ്റേണിൽ നമ്മൾ ആ ഒരു വി നെക്കിൻ്റെ രണ്ട് വശത്തും വരുന്ന പോലെയാണ് ഈ ഒരു ഫ്ലവർ ചെയ്തിരിക്കുന്നത്. അതായത് ഈ ഒരു ഫ്ലവർ പാറ്റേൺ നിൽക്കുന്ന ആ ഒരു വശം തൊട്ട് താഴോട്ട് ഫ്ലീറ്റ്സ് വരുന്ന പോലെയാണ് നമ്മൾ ആ ഒരു പാറ്റേണിനകത്തുള്ളത്. അപ്പോൾ ആ ഒരു നെക്കിൻ്റെ രണ്ട് സൈഡിലും വരുന്ന പോലെയാണ് ഈ ഒരു ഫ്ലവേഴ്സ്. നമ്മളൊരു ഷോൾഡറിൽ നിന്നൊരു 10 ഇഞ്ചസ് വരെ ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അത് കഴിയുമ്പോൾ അതിനൊരു ഫ്ലീറ്റ്സ് വരുന്ന പോലെ ആ ഒരു പാറ്റേൺ. അതിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഫ്ലവേഴ്സിൻ്റെ ഡീറ്റെയിലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു 3 ഫ്ലവേഴ്സ് ഉള്ള ഒരു ചെറിയൊരു ബഞ്ച് പോലെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ബഞ്ചിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ചെറിയ ബീഡ് വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. ചെറിയ ട്യൂബ്സ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു 3 കോർണറിൽ നമ്മൾ ചെറിയ ഒരു ട്യൂബ്സ് വെച്ചിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നടുക്കാണെങ്കിലും നമ്മളൊരു ചെറിയ ഷുഗർ ബീഡും കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു കളർ കോമ്പിനേഷൻ ആണെങ്കിലും ഈ ഒരു ഒണിയൻ ഷെയ്ഡിൻ്റെ ആയിട്ട് ഒരു കോൺട്രാസ്റ്റ് വരാൻ വേണ്ടി ഒരു സ്കൈ ബ്ലൂ കളറും അതുപോലെ ഒരു വൈൻ കളറിൻ്റെ ഒക്കെ ഒരു ഡാർക്ക് ഷെയ്ഡ് നമ്മൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കളർ കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷെയ്ഡിൽ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് ആ ഒരു കളർ കോമ്പിനേഷൻ കാണാനും പറ്റും. അങ്ങനെ ഒരു രീതിക്കാണ് നമ്മൾ ഇതിനകത്ത് ഫുൾ ഫ്ലവേഴ്സ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ചെസ്റ്റ് പോർഷനിൽ തന്നെ നമ്മൾ ഓൾമോസ്റ്റ് 8 ഫ്ലവേഴ്സ്, അതായത് 8 ബഞ്ചസ് ഓഫ് ഫ്ലവേഴ്സാണ് നമ്മൾ ഈ ഒരു ചെസ്റ്റ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ ഈ സെയിം വർക്ക് തന്നെയാണ് നമ്മളിതിൻ്റെ സ്ലീവ് പോർഷനിലും ചെയ്തിരിക്കുന്നത്. ഇതേപോലെ തന്നെ നമ്മൾ ഒരു സ്ലീവിൽ ഓൾമോസ്റ്റ് ഒരു 5 ബഞ്ചസ് വരുന്ന പോലെയാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു 3/4 സ്ലീവിന് വേണ്ടിയാണ് നമ്മളിതിൽ വർക്ക് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു 12 ഇഞ്ചസ് to 13 ഇഞ്ചസ് വരെ ഇതിന് ലെങ്ത് എടുക്കാൻ പറ്റുന്ന പോലെ അത്രയും വരെ ആ ഒരു സ്ലീവിൽ മൊത്തമായിട്ട് സ്കാറ്റർ ചെയ്ത് നമ്മൾ ഈ ഒരു ഫ്ലവർ പാറ്റേൺ ചെയ്തിട്ടുണ്ട്. ഒരു 5 ഫ്ലവർ പാറ്റേൺ ആണ് ഒരു കയ്യിൽ ചെയ്തിരിക്കുന്നത്. സെയിം കളർ കോമ്പിനേഷനും സെയിം സൈസിലുള്ള ഫ്ലവേഴ്സുമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സെയിം തന്നെ നമ്മൾ മറ്റേ സ്ലീവിൽ 5 ഫ്ലവേഴ്സ് വെച്ചിട്ടുള്ള ഒരു ബഞ്ചസാണ് ചെയ്തിരിക്കുന്നത്. ഓർഗൻസ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ആ മെറ്റീരിയലിന് ഒരു അത്യാവശ്യം നല്ല ഷൈനിങ് ഉള്ള മെറ്റീരിയലാണ്. അപ്പോൾ അതിലേക്ക് നല്ല ഈ ഒരു ഫ്ലവറിൻ്റെ ഒരു ഡിസൈനും അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന പോലെ കുറച്ചൊരു ബീഡ് വർക്കും ഒക്കെ ചെയ്യുമ്പം ഈ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് ചെറിയൊരു ഫങ്ഷനൊക്കെ യൂസ് ചെയ്യാവുന്ന പോലെ അത്യാവശ്യം സിമ്പിളായിട്ടും എന്നാൽ അത്യാവശ്യം വർക്കുള്ള പോലത്തെ ഒരു രീതിയിൽ തന്നെ കിട്ടും. അപ്പം ഇതിൻ്റെ സ്ലീവ്സ് വേണമെങ്കിൽ നമുക്ക് ലൈനിങ് ഇല്ലാതെയും സ്റ്റിച്ച് ചെയ്യാം. അതുപോലെ ഞാനിതിപ്പം ഈ ഒരു ഡിസ്പ്ലേ കാണിച്ചിരിക്കുന്നത് ഞാൻ അല്ലാതെ കാണിച്ചാൽ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ വർക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാവത്തില്ല, സാരി കാണിക്കുന്ന പോലെ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു ഡിസ്പ്ലേ കാണിച്ച് അതിനകത്ത് പറഞ്ഞത്. ഇതിനകത്ത് ഞാൻ ആ ഒരു ലൈനിങ് ആദ്യം വെച്ചിട്ടാണ് ഇതിൻ്റെ മണ്ടയിൽ ആ ഒരു മെറ്റീരിയൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ അത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണുമ്പം നമുക്ക് അതിനകത്ത് വർക്ക് മനസ്സിലാവത്തില്ല. അതുകൊണ്ട് ഞാൻ ഓൾറെഡി ലൈനിങ് വെച്ചാണ് ഡിസ്പ്ലേ വെച്ചിരിക്കുന്നത്. ആ ഒരു സ്ലീവ് പോർഷനിൽ മാത്രമേ ലൈനിങ് ഇല്ലാതെ വന്നിട്ടുള്ളൂ. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രമാത്രം മെറ്റീരിയലിന് ആ ഒരു സ്ലീവിലൊക്കെ ആണെങ്കിലും ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നാൽ എത്രമാത്രം വരുമെന്ന്. ഇത് ഒത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഓർഗൻസ മെറ്റീരിയൽ അല്ല, പ്യുവർ ഓർഗൻസ മെറ്റീരിയൽ അല്ല. അതുകൊണ്ട് തന്നെ അത്രയും നമ്മൾ പ്യുവർ ഓർഗൻസയ്ക്കുള്ള അത്രയും സ്റ്റിഫ്നെസ് ഒന്നും ഈ ഒരു മെറ്റീരിയലിനില്ല. കോസ്റ്റ് ആണെങ്കിലും പ്യുവർ ഓർഗൻസ മെറ്റീരിയലിനോളം കോസ്റ്റ്ലി അല്ലാത്തൊരു മെറ്റീരിയലാണ്. പിന്നെ ഇതിൻ്റെ ഒരു കളറും കളർ കോമ്പിനേഷനും ഒക്കെയാണ് ഈ ഒരു ഡ്രസ്സിനെ അത്യാവശ്യം നന്നായിട്ട് ഒരു നല്ലൊരു എലഗൻറ്റ് ലുക്ക് കൊടുക്കുന്നത്. അൺസ്റ്റിച്ച്ഡ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് അതിൻ്റെ ആ ഒരു കുർത്തയുടെ കറക്റ്റ് ഒരു ലുക്ക് എങ്ങനെയായിരിക്കും എന്ന് മനസ്സിലാക്കാൻ പാടാം. പക്ഷേ ഈ പറഞ്ഞ പോലെ ഞാനത് സ്റ്റിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഫോട്ടോസ് ഷെയർ ചെയ്യുവാണെങ്കിൽ ഞാനിതിൻ്റെ ആ ഒരു ഫോട്ടോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. കമ്മ്യൂണിറ്റി പേജിൽ വല്ലതും ഇതിൻ്റെ ഒരു ഫോട്ടോ ഷെയർ ചെയ്യാം. അപ്പോൾ ഈ ഒരു വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസൊക്കെ കാണാൻ വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരുടെയും ഒരു സപ്പോർട്ട് വേണം. താങ്ക് യു ഫോർ വാച്ചിങ്.